നാൻഡ്രെ ബർഗറിന്റെ പന്തിൽ ക്ലീൻ ബൗൾഡ് ആകുന്ന സഞ്ജു സാംസണെയാണ് കാണാൻ സാധിക്കുന്നത്. CSK വലിയ പ്രതീക്ഷയോടെ ടീമിലേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ ആദ്യത്തെ മത്സരത്തിൽ തിളങ്ങാൻ സഞ്ജുവിന് കഴിയുന്നില്ല. 7 പന്തിൽ നിന്നും 6 റൺസാണ് സഞ്ജുവിൻ്റെ സംഭാവന. അതിലൊരു 4 ഉണ്ട്, അത് എഡ്ജ് ചെയ്ത് പോയ 4 ആണ്. അതും സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് ക്ലീൻ ആയിട്ട് അടിച്ചതാണെന്നൊന്നും പറയാൻ കഴിയില്ല. ചെന്നൈ വളരെയധികം പ്രതിസന്ധിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 3.1 ഓവർ പൂർത്തിയാകുമ്പോൾ 19 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിലാണ്. പക്ഷേ സഞ്ജുവിന് ഈ ഡിസ്മിസിൽ ഓഫ് സ്റ്റമ്പാണ് തെറിച്ച് പോകുന്ന കാഴ്ച. അതായത് നാൻഡ്രെ ബർഗറിൻ്റെ പന്താണ്, അത് എയറിൽ സ്വിങ് ചെയ്തു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ലെഫ്റ്റ് ആം പേസ് ബോളറിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സഞ്ജുവിന് കഴിയുന്നില്ല. ജോഫ്ര ആർച്ചർ എന്ന സഞ്ജുവിൻ്റെ പ്രധാനപ്പെട്ട ശത്രുവിനെ പിടിച്ചു നിർത്താൻ സഞ്ജുവിന് കഴിയുന്നുണ്ട്. ജോഫ്ര ആർച്ചറുടെ പന്തിലാണ് സഞ്ജു ആ ബൗണ്ടറി അടിക്കുന്നത്. പക്ഷേ നാൻഡ്രെ ബർഗറിൻ്റെ പന്തിൽ ഓഫ് സ്റ്റമ്പിൽ കൊണ്ട് പന്ത് പോവുകയാണ്. ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ഡിസ്മിസിൽ അതിലും വലിയ കോമഡിയാണ്. ജോഫ്ര ആർച്ചറിൻ്റെ മുന്നിൽ 3 സ്റ്റമ്പും കാണിച്ചു കൊടുത്ത് ഓഫ് സൈഡിലൂടെ അടിക്കാനാണ് ഗെയ്ക്വാദ് ശ്രമിച്ചത്. എന്താണ് ശ്രമിച്ചതെന്ന് ഗെയ്ക്വാദിന് മാത്രം അറിയാം. 11 പന്തുകളിൽ നിന്നാണ് 6 റൺ അടിച്ചത്. അതിനകത്ത് ഒരു 4 ഉണ്ട്. പവർ പ്ലേ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇരുവരും ഗംഭീരമായ ഓപ്പണേഴ്സായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടത്തിയത്. പക്ഷേ ഇതിപ്പോൾ മുന്നത്തെക്കാളും വലിയ കഷ്ടമാണെന്ന് പറയേണ്ടി വരും. തുടക്കം കാണുമ്പോഴേക്കും ആയുഷ് മാത്രമേ വലിയ ഇമ്പോർട്ടൻസോട് കൂടി കൊണ്ടുവന്നതാണ്. പക്ഷേ ആദ്യ പന്തിൽ തന്നെ ഗോൾഡൻ ഡക്ക് ആവുകയായിരുന്നു. നാൻഡ്രെ ബർഗറിൻ്റെ പന്തിൽ ധ്രുവ് ജുറേലിന് ആണ് കൊടുത്തത്. ഒരു ഷോർട്ട് പിച്ച് ഡെലിവറി ആയിരുന്നു. അത് ആദ്യത്തെ പന്ത് തന്നെ പുള്ള് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നേരെ ഗ്ലൗവിൽ തട്ടി കീപ്പറായ ധ്രുവ് ജുറേലിൻ്റെ കൈകളിലേക്കാണ് പോയത്. പക്ഷേ സഞ്ജുയുടെ ഡിസ്മിസൽ ഷോക്കിംഗ് ആണെന്ന് പറയേണ്ടി വരും. ഷോക്കിംഗ് ഇൻ ദ സെൻസ് CSKക്ക് അത് വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. CSKയുടെ ആദ്യത്തെ വിക്കറ്റ് പോകുന്നത് സഞ്ജുവിൻ്റെ വിക്കറ്റ് തന്നെയാണ്. എന്തായാലും ഒരു വലിയ തുടക്കം സൃഷ്ടിക്കാൻ സാധിച്ചില്ല. എന്തായാലും തുടക്കത്തിലെ ആ തകർച്ച കാരണം സർഫറാസ് ഖാനെ ടീമിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വന്നു. ഇമ്പാക്ട് പ്ലെയറായിട്ട് സർഫറാസ് ഖാനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മാത്യു ഷോട്ടും സർഫറാസ് ഖാനുമാണ് നിലവിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഡിസ്മിസൽ ഷോക്കിംഗ് തന്നെയാണെന്ന് പറയേണ്ടി വരും. തുടക്കത്തിൽ തന്നെ ഒരു 2-3 പന്ത് ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ക്രോസ് ബാറ്റഡ് ഷോട്ടായിരുന്നു. അത് എന്തിനായിരുന്നു ആ ഷോട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഓൺ സൈഡിൽ അടിക്കാനാണ് സഞ്ജു ശ്രമിച്ചത്. അത് ക്രോസ് ബാറ്റാണ്. ലൈനിൽ ലെങ്ത്തോട്ട് ഒരു തരത്തിലും ബന്ധമുള്ള ഷോട്ടായിരുന്നില്ല. പക്ഷേ അത് ക്രോസ് ബാറ്റ് കളിക്കാൻ ശ്രമിക്കുന്നു, പന്ത് കൊള്ളുന്നുമില്ല. ഓഫ് സ്റ്റമ്പ്, ടോപ്പ് ഓഫ് സ്റ്റമ്പിലാണ് പന്ത് കൊള്ളുന്നതും സ്റ്റമ്പ് തന്നെ തെറിച്ചു പോകുന്നൊരു കാഴ്ചയാണ്. ആദ്യത്തെ മത്സരമാണ് CSK ജേഴ്സിയിൽ. അതിൽ ഇങ്ങനെയൊരു ഡിസ്മിസൽ ഒരു പക്ഷേ സഞ്ജു പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള ഡിസ്മിസലായിരുന്നു നാൻഡ്രെ ബർഗറിൻ്റെ ഭാഗത്ത് നിന്നും. കൃത്യമായി കണ്ടീഷൻസും മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് തന്നെയാണ് ആർച്ചറും ബർഗറും ഒരു അറ്റാക്ക് തന്നെ ബിൽഡ് ചെയ്തത്. ആ അറ്റാക്കിൽ കൃത്യമായിട്ട് തന്നെ ഇരുവരും വീഴുന്ന ഒരു കാഴ്ച, ഗെയ്ക്വാദും സഞ്ജുവും വീഴുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത്. എന്തായാലും തുടക്കം CSKക്ക് പ്രതീക്ഷിച്ച പോലൊരു തുടക്കം ഉണ്ടാവുന്നില്ല. സർഫറാസ് ഖാൻ ഇപ്പോൾ 4 പന്തിൽ നിന്നും 10 റൺസ്, ഒരു 6 ഒരു 4 ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു കരകയറ്റാനുള്ള ശ്രമങ്ങളായിട്ട് ഭാഗമായിട്ട് ഇമ്പാക്ട് പ്ലെയറായിട്ട് സർഫറാസ് ഖാനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പക്ഷേ സർഫറാസ് ഗംഭീരമായിട്ട് പ്രകടനം നടത്തുകയാണെങ്കിൽ അടുത്ത മത്സരം തൊട്ട് പ്ലേയിങ് ലെവലിൽ തന്നെ ഒരു സാന്നിധ്യം സർഫറാസ് ഉറപ്പിക്കാനുള്ള ശ്രമവും കൂടിയാണ്. എന്തായാലും സഞ്ജുവിൽ നിന്നുള്ള പ്രതീക്ഷ നഷ്ടമാകുന്നു. ആദ്യത്തെ മത്സരത്തിൽ തന്നെ മല പോലെ വന്നത് എലി പോലെ പോകുന്ന ഒരു കാഴ്ചയാണ് സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ആദ്യത്തെ മത്സരം കഴിയുമ്പോഴേക്കും സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.